ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെറ്റ്സ് ക്രാക്ക് PSC. നമ്മൾ ലാബ് അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്കുള്ള ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മോഡലാണ് ക്ലാസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് SPDF ബ്ലോക്ക് എലിമെന്റ്സ്, ഇനേർട്ട് ബൈ എഫക്റ്റ്, ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, സോഡിയം പെറോക്സൈഡ്, potassium iodide, Epsom salt, caustic soda, caustic potash, bleaching powder, lanthanide contraction, hardness of water and removal of hardness. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ഇനേർട്ട് ബൈ എഫക്റ്റ്? ഇനേർട്ട് ബൈ എഫക്റ്റ് കാണിക്കുന്നത് ഏതാണ്? ബോറോൺ, കാർബൺ, സിലിക്കൺ, ടിൻ. ആൻസർ ടിൻ ആണ്. Next question, the element among the following that does not show inert pair effect. Inert pair effect കാണിക്കാത്ത എലമെന്റ് ആണ് അലുമിനിയം, ടിൻ, ലെഡ്, താലിയം. ആൻസർ എന്ന് പറയുന്നത് അലുമിനിയം ആണ്. ടിന്നും ലെഡും താലിയും ഇനേർട്ട് പെയർ എഫക്റ്റ് കാണിക്കും, അലുമിനിയം ഇനേർട്ട് പെയർ എഫക്റ്റ് കാണിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ലൈക്ലി ടു ഷോ ഇനേർട്ട് പെയർ എഫക്റ്റ്? പൊട്ടാസ്യം, മഗ്നീഷ്യം, അലുമിനിയം, ലെഡ്. ഇനേർട്ട് പെയർ എഫക്റ്റ് കാണിക്കുന്നത് ലെഡ് ആണ്. കാണിക്കാത്തവ അലുമിനിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനേർട്ട് പെയർ എഫക്റ്റ് ഈസ് ഷോൺ ബൈ എസ് ബ്ലോക്ക് എലമെന്റ്സ്, പി ബ്ലോക്ക് എലമെന്റ്സ്, ടി ബ്ലോക്ക് എലമെന്റ്സ്, എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഇനേർട്ട് പെയർ എഫക്റ്റ് കാണിക്കുന്നത് പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Write the general outer electronic configuration of D block elements. D block elementsന്റെ outer electronic configuration ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ n-1d 1 to 10, ns 1 to 2. Next question, write the general electronic configuration of F block elements. F block elements electronic configuration C 4f1 to 14, 5d 0 to 1, cx2. Next question, name a member of the lanthanide series which is well known to exhibit +4 oxidation state. +4 oxidation state കാണിക്കുന്ന lanthanide സീരീസിലെ എലമെന്റ് ആണ് സീറിയം. +4 oxidation state കാണിക്കുന്ന lanthanide സീരീസിലെ എലമെന്റ് ആണ് സീറിയം. Next question, the outer electronic configuration of chromium is 3d5-4s1 instead of 3d4-4s2. Why? എന്തുകൊണ്ടാണ് ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ വേറിട്ടിരിക്കുന്നത്? ഹാഫ് ഫീൽഡ് 3d5 orbitals are relatively more stable, hence the 1 electron of 4s orbitals jumps to 3d orbital. അതായത് എസിലെ 2 ഇലക്ട്രോൺസ് ഡിയിൽ 5 ഇലക്ട്രോൺസ് നിറഞ്ഞിരിക്കുമ്പോഴാണ് കൂടുതലായിട്ടുള്ള സ്റ്റേബിൾ. അതുകൊണ്ടാണ് എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഡിയിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the outer electronic configuration of copper is 3d10-4s1 instead of 3d9-4s2. Why? നേരത്തെ പറഞ്ഞ കണ്ടീഷൻ തന്നെ. Completely filled 3d10 orbitals are relatively more stable, hence 1 electron of 4s orbital jumps to 3d orbital. Next question, account for high melting point and boiling point of transition metals. എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽസിന് ഹൈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഉള്ളത്? Answer, the melting and boiling points of transition metals are high because of the involvement of great number of electrons from n-1d orbitals in addition to ns electrons in the interatomic metallic bonding. അതായത് n-1d ഓർബിറ്റൽസ് ഇലക്ട്രോൺസും ns ഓർബിറ്റൽ ഇലക്ട്രോൺസും ഇന്ററാറ്റോമിക് മെറ്റാലിക് ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഉള്ളത്. Next question, why do transition metals have higher enthalpies of atomization? എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽസിന് എൻതാൽപ്പി, അവരുടെ എൻതാൽപ്പി കൂടുതലാണ്, എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ കൂടുതലാണ്? എന്തുകൊണ്ടാണത്? ആൻസർ, ഇൻവോൾവ്മെന്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് അൺപയർഡ് ഇലക്ട്രോൺസ് ഓഫ് d orbital favor stronger inter-atomic interactions resulting in stronger bonds between the atoms of a metal and a higher enthalpies of atomization. അതായത് ഡി ഓർബിറ്റിലെ ഇലക്ട്രോൺസ് സ്ട്രോങ്ങർ ആയിട്ടുള്ള ആറ്റോമിക് ഇൻട്രാക്ഷൻസിൽ വരുമ്പോൾ സ്ട്രോങ്ങർ ബോൺസ് ഉണ്ടാകും. അതുകൊണ്ടാണ് അവർക്ക് ഹൈ എൻതാൽപ്പീസ് ഓഫ് ആറ്റമൈസേഷൻ വരുന്നത്.
Next question. Name 3D series metal which shows highest oxidation state. 3D സീരീസിൽ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള മെറ്റലാണ്. ആൻസർ മാംഗനീസ്. +7 ആണ് അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം എ മെറ്റൽ in the 3D series of transition metals which exhibit +1 oxidation state most frequently. +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന 3D സീരീസിലെ എലമെൻ്റ് ആണ് കോപ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് എ ട്രെൻഡ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ട്രാൻസിഷൻ മെറ്റൽസ് ആൻഡ് ദയർ കോമ്പൗണ്ട്സ് ഷോസ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ? എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽസും അതിൻ്റെ കോമ്പൗണ്ട്സും പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നത്? ആൻസർ നോക്കാം. ദ ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് ആർ ജനറലി കണ്ടെയ്നിങ് 1 or more unpaired electrons in them and hence their compounds are generally paramagnetic. അതായത് അവരുടെ ഇതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ടാണ് അവർ പാരാമാഗ്നറ്റിക് നേച്ചർ കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ഓഫ് ആൻ അലോയ്സ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ് വിത്ത് നോൺ ട്രാൻസിഷൻ മെറ്റൽസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. എപ്പോഴും എല്ലാവർക്കും തെറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അലോയ്സ് നോക്കാം. ബ്രാസ്, ബ്രോൺസും. ബ്രാസ് എന്ന് പറയുന്നത് കോപ്പർ ആൻഡ് സിങ്ക്, ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പർ ആൻഡ് ടിന്നും. ഇത് പഠിക്കാനൊരു എളുപ്പവഴി പറയാം. നമ്മൾ ടിന്നിൽ ബ്രോൺസ് ടിന്നിലിട്ട് വെച്ചിട്ട് നമുക്കറിയാലോ ബ്രോൺസ് എന്താണ്? വെങ്കലാണ്. വെങ്കലം ടിന്നിലിട്ട് വെച്ചിരിക്കുന്നത് ഓർത്താൽ മതി. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി മറ്റേത് കിട്ടും. അല്ലെങ്കിൽ ബ്രാസ് വരുന്നത് കോപ്പർ ആൻഡ് സിങ്ക്, അതായത് ബ്രാസിൽ എസ്സിൽ അവസാനിക്കുന്നത്, പിന്നെ വരുന്ന അലോയിൻ്റെ കൂട്ടത്തിൽ വരുന്നത് സെഡ് ആണ്, ടിന്നാണ്, എസ് ആണ് വരുന്നത്. അങ്ങനെയും നമുക്ക് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് എ ന്യൂട്രൽ ഓർ ഫെയിൻലി ആൽക്കലൈൻ പാരാമാഗ്നറ്റിക് സൊല്യൂഷൻ ഓൺ അയഡൈഡ്? അത് ഓക്സിഡൈസ് ചെയ്ത് അയഡൈഡ് ടു അയഡേറ്റ് ആകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ്? ലാന്തനൈഡ്സിന്റെയും ആക്ടിനൈഡ്സിന്റെയും കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ +3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ആക്ടിനൈഡ് കോൺട്രാക്ഷൻ? ആക്ടിനൈഡ് കോൺട്രാക്ഷൻ എന്താണ്? ദർ ഇസ് എ ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ദ സൈസ് ഓഫ് ആൻ ആറ്റംസ് or M3+ ions across the series. This is known as the actinide contraction. അതായത് M3+ അയോൺസിൻ്റെയോ അല്ലെങ്കിൽ ആറ്റംസിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നു, അതിനെയാണ് ആക്ടിനൈഡ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആക്ടിനൈഡ് കൺട്രാക്ഷൻ ഈസ് മോർ ദാൻ ലാന്തനൈഡ് കൺട്രാക്ഷൻ. ഗിവ് ദ റീസൺ. Answer. The actinide contraction is more than the lanthanide contraction due to poor shielding by 5f electrons from nuclear charge. Next question. Actinides show larger number of oxidation state than lanthanides. Why? This is because in actinides 5f, 6d and 7s levels are of comparable energies. Hence, electrons from these orbitals are available to lose or share. അതായത് 5fലെയും 6dലെയും 7sലെയും ഇലക്ട്രോൺസ് കൂടുതൽ ഒരേപോലെ എനർജിയാണ്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ എനർജി ലൂസ് ചെയ്തിട്ട് ഇലക്ട്രോൺസ് ലൂസാക്കും. അടുത്ത ചോദ്യം നോക്കാം. വൈ ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഓഫ് ക്രോമിയം ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് സിങ്ക്? അതായത് ക്രോമിയത്തിനെയും സിങ്കിൻ്റെയും ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി കമ്പയർ ചെയ്യുമ്പോൾ സിങ്കിൻ്റെ ആണ് കൂടുതൽ കമ്പയർ ടു ക്രോമിയം. എന്തുകൊണ്ടാണത്? അതായത് ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d5 4s1. ഇപ്പോൾ ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ആകുമ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ 3d5 4s0 ആയിരിക്കും. ഇതുപോലെ തന്നെ സിങ്ക് എന്ന് പറയുമ്പോൾ 3d10 4s2 ആണ്. ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി കഴിയുമ്പോൾ 3d10 4s1 ആയിരിക്കും. അതായത് എസ് ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ഫില്ലാണ്. അപ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യണമെങ്കിൽ കൂടുതൽ എനർജി ഉപയോഗിക്കണം. അതുകൊണ്ടാണ് സിങ്കിൻ്റെ ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ക്രോമിയത്തേക്കാൾ കൂടുതലായിരിക്കുന്നത്. Give 2 characteristics of transition metal ions. Transition metal ions ഹാർഡും ആണ്, അവർക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റും ആണ്. transition metal ions അലോയ്സ് ഹാർഡും ആണ്, അവർക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റും ആണ്. അടുത്ത ചോദ്യം നോക്കാം. The transition metals generally form colored compounds. Why? എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽസ് കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത്? ആൻസർ. The compounds of transition metals shows colors due to presence of unpaired electron and ability to undergo DD transition. അതായത് ട്രാൻസിഷൻ മെറ്റൽ അയോൺസിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവർ DD ട്രാൻസിഷൻ undergo ചെയ്യും. When an electron from a lower energy of d orbital is excited to high energy of d orbital, the energy of the excitation corresponds to the frequency of the light absorbed, and this frequency generally lies in the visible region. Next question.
Give reason transition metals and their compounds act as good catalyst. Transition metals അവരുടെ കോമ്പൗണ്ട്സും നല്ല നമുക്ക് റിയാക്ഷൻസിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. എന്തുകൊണ്ടാണത്? The transition metals and their many compounds act as good catalyst. First reason, it is due to partially filled n-1d orbital. Next, variable oxidation strength. Third, provide a suitable surface for the reaction to take place. Next question, transition metal elementsമായിട്ടാണ്. Transition metals form a large number of complex compounds. Give the reason. Answer എന്ന് പറയുന്നത് അവർക്ക് സ്മോൾ സൈസ് ആണ്, ഹൈ ചാർജ് ഡെൻസിറ്റി ആണ്, പിന്നെ പ്രസൻസ് ഓഫ് വാക്കന്റ് ഡി ഓർബിറ്റൽസ് ഉണ്ട്. അതൊക്കെ കാരണം ബോണ്ട് ഫോർമേഷൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് കോംപ്ലക്സസ് ഫോം ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ലാന്തനൈഡ് കൺട്രാക്ഷൻ? റൈറ്റ് എനി വൺ കോൺസിക്വൻസ് ഓഫ് ലാന്തനൈഡ് കൺട്രാക്ഷൻ. എന്താണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ നോക്കാം. Steady decrease in the size of lanthanides with increase in the atomic number is known as lanthanide contraction. അതായത് ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ലാന്തനൈഡ്സിന്റെ സൈസ് കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഡ്യൂ ടു ലാന്തനൈഡ് കൺട്രാക്ഷൻ, റേഡിയോ ഓഫ് മെമ്പേഴ്സ് ഓഫ് തേർഡ് ട്രാൻസിഷൻ സീരീസ് ആർ വെരി മച്ച് സിമിലർ ടു കറസ്പോണ്ടിങ് മെമ്പേഴ്സ് ഓഫ് സെക്കൻഡ് സീരീസ്. സെക്കൻഡ് സീരീസ് തേർഡ് സീരീസും ഏകദേശം അവരുടെ ആറ്റോമിക് റേഡിയസ് സെയിം ആയിട്ട് വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി ടു കോൺസിക്വൻസസ് ഓഫ് ലാന്തനൈഡ് കൺട്രാക്ഷൻ. First, the radii of members of the third transition series to be very similar to those of the corresponding second transition series. പിന്നെ ഒരു കാരണം പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ സെപ്പറേഷൻ ഓഫ് ലാന്തനൈഡ്സ് ഡ്യൂ ടു സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് തമ്മിൽ സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് അവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, name the two series of F block. F blockൽ രണ്ട് സീരീസ് ആണുള്ളത്. ഒന്ന് ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും. ലാന്തനൈഡ്സിൽ 14 എലമെന്റ്സ്, ലന്താനം കഴിഞ്ഞ് 14 എലമെന്റ്സ്. ആക്ടിനൈഡ്സിൽ ഇതുപോലെ ആക്ടിനിയം കഴിഞ്ഞിട്ടും 14 എലമെന്റ്സ്. അടുത്ത ചോദ്യം, the chemistry of lanthanides is more complicated than the chemistry of actinides is more complicated than lanthanides. Why? Answer, the actinides are radioactive elements having half-life vary. Some members can be prepared in only in nanogram quantities. These factors render their study more difficult. അതായത് ആക്ടിനൈഡ്സ് കൂടുതൽ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്, അവരുടെ ഹാഫ് ലൈഫ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. പിന്നെ അവരെയൊക്കെ നമുക്ക് നാനോ ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവരെ വെച്ചുള്ള സ്റ്റഡീസ് കുറവായിരിക്കുന്നത്. Next question, write two comparisons of variability in oxidation states of transition metals and non-transition metals. അതായത് പി ബ്ലോക്ക് എലമെന്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യാൻ. ഒന്നാമത്തെ കാരണം, ഇൻ ട്രാൻസിഷൻ എലമെന്റ്സ് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിഫർ ഫ്രം ഈച്ച് അതർ ബൈ യൂണിറ്റി, whereas in case of non-transition elements oxidation state differ by units of 2. അതായത് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് അതായത് ട്രാൻസിഷൻ എലമെന്റ്സിൽ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. അതായത് പ്ലസ് ബൈ യൂണിറ്റ്, അതായത് +1 +2 +3 +4 എല്ലാ ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും. പക്ഷേ നോൺ ട്രാൻസിഷൻ എലമെന്റ്സിൽ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആയിരിക്കും. നെക്സ്റ്റ് റീസൺ, ഇൻ ട്രാൻസിഷൻ എലമെന്റ്സ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആർ മോർ ഫേവേർഡ് ഇൻ എലമെന്റ്സ് ഓഫ് ഹൈ ആറ്റോമിക് മാസ്. അതായത് ട്രാൻസിഷൻ എലമെന്റ്സിൽ ഹൈ ആറ്റോമിക് മാസ് ആകുമ്പോൾ ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. പക്ഷേ പി ബ്ലോക്ക് എലമെന്റ്സിൽ ഹൈ എലമെന്റ്സ് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. അതിന് കാരണം ഇനർട്ട് പയർ എഫക്റ്റ് ആണ്. ഇത് രണ്ടുമാണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വാരിയബിലിറ്റി കാണിക്കാനുള്ള റീസൺസ്. അപ്പോൾ ഇത്രയാണ് ഈ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സോ താങ്ക് യു ഓൾ. എല്ലാവരും നന്നായി പഠിക്കുക.